ചെറുതല്ലെങ്കിൽ വലുതും ഒക്കെ ആയിട്ടുള്ള പലതരം ബാഡ് ഹാബിറ്റ്സിൽ നിന്നൊക്കെ മെന്റലി സഫർ ചെയ്യുന്ന ആളുകളായിരിക്കാം നമ്മളെല്ലാവരും തന്നെ. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കുന്നത് എങ്ങനെ നമ്മുടെ ബാഡ് ഹാബിറ്റ്സിനെ അനലൈസ് ചെയ്യാം, മനസ്സിലാക്കാം, ഭൗതികമായി അതിനെ മനസ്സിലാക്കി അതിലേക്ക് ഒരു ഇൻസൈറ്റ് ഉണ്ടാക്കി എങ്ങനെ അതിൽ നിന്ന് മുക്തി നേടാം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. എല്ലാവർക്കും തന്നെ ഇൻസ്പയർഡ് സോൾസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്കറിയാം പലതരത്തിലുള്ള ബാഡ് ഹാബിറ്റ്സ് നമുക്ക് അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള ആളുകളിലൊക്കെ നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പോ പലപ്പോഴും ഇങ്ങനെയുള്ള ബാഡ് ഹാബിറ്റ്സ് ഉള്ള ആളുകള് പലപ്പോഴും അഭിപ്രായപ്പെടുന്ന പല കാര്യങ്ങളുണ്ട്. അത് ജീവിതത്തിന്റെ ഭാഗമായി പോയി, അത് മാറ്റാനായിട്ട് സാധിക്കില്ല, ഇത്ര ഏജ് ആയില്ലേ, എങ്ങനെ ഇനി ഇതിൽ നിന്ന് ഇനി ഇതിപ്പോ ഒരു ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് അങ്ങനെ മുന്നോട്ട് പോവുക എന്നൊക്കെയാണ് എന്നുള്ള തരത്തിലുള്ള പല രീതിയിലുള്ള കാര്യങ്ങൾ, അഭിപ്രായങ്ങൾ അവര് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെ ശരിയാണെന്ന് തന്നെ സമൂഹവും നമ്മളും ഒക്കെ അത് ശരിയാണെന്ന് തന്നെ നമ്മളെല്ലാം അഭിപ്രായപ്പെടുകയും ഒക്കെ കുറെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇങ്ങനെയുള്ള ബാഡ് ഹാബിറ്റ്സിൽ നിന്നൊക്കെ മുക്തി നേടാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ഇതിൽ നിന്നൊരു മുക്തി പോസിബിൾ ആണോ? പ്രായത്തെയും ശരീരത്തെയും ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ മുക്തി നേടാനായിട്ട് ശ്രമിക്കുകയാണോ? ഇപ്പോൾ നമുക്കൊരു ബാഡ് ഹാബിറ്റിലേക്ക് മെയിൻ ആയിട്ട് നോക്കുകയാണെങ്കിൽ, ബാഡ് ഹാബിറ്റ് എന്ന് പറയുന്നത് ബയോളജിക്കലി ആൻഡ് ഫിസിയോളജിക്കലി ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ അത് ബ്രെയിൻ കെമിക്കൽസിലൊക്കെ വളരെയധികം ചേഞ്ച് ഉണ്ടാക്കുന്നു എന്നാണ് പറയുന്നത്. ഒരു ബാഡ് ഹാബിറ്റിൽ ഏർപ്പെടുന്ന ഒരു വ്യക്തി എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ ഒത്തിരി ഡോപ്പമൈൻ പ്രൊഡ്യൂസ്, അതായത് പ്ലഷർ ഹോർമോൺസ് ആണെന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ ബ്രെയിനിൽ ഒത്തിരി ഡോപ്പമൈൻസ് പ്രൊഡ്യൂസ് ചെയ്യുകയും പിന്നീട് ആ ഒരു പ്ലഷർ സാറ്റിസ്ഫാക്ഷന് വേണ്ടി വീണ്ടും വീണ്ടും അദ്ദേഹം ആ ഒരു പ്രത്യേക ഹാബിറ്റിൽ ഏർപ്പെടുകയും ചെയ്യുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ബാഡ് ഹാബിറ്റ് എന്ന് പറയുന്നത് മെയിൻലി ഹാബിറ്റിനെ നമ്മൾ എടുക്കുക, അതിനെയാണ് നമ്മൾ ബാഡ് എന്നും ഗുഡ് എന്നും വിളിക്കുന്നത്. ഈ ഹാബിറ്റിനെ നമ്മൾ മെയിൻ ആയിട്ട് എടുക്കുകയാണെങ്കിൽ, ഈ ഹാബിറ്റിനെ വേണമെങ്കിൽ നമുക്കൊരു സീരീസ് ഓഫ് ആക്ഷൻസ് എന്ന് തന്നെ നമുക്ക് വിളിക്കാം. ഒരു ആക്ഷൻസിന്റെ ഒരു കളക്ഷൻ, കണ്ടിന്യൂസ് ചെയ്യുന്ന കളക്ഷൻ ഓഫ് ആക്ഷൻസ് ആണ് ഈ ബാഡ് ഹാബിറ്റിന്റെ ഒരു ആകെത്തുക എന്ന് പറയുന്നത്. അതിന്റെ ഒരു എന്താ പറയാ, ക്രമേണ അതിന്റെ ആ ഒരു ദൈർഘ്യമല്ല, അതിന്റെ ആ ഒരു ചെയ്യുന്ന ആ ഒരു സമയം, ഡ്യൂറേഷൻ കൂടി വരുന്നു എന്നുള്ളതാണ് അതിലുണ്ടാകുന്ന മാറ്റം. അതാണ് വ്യക്തിയുടെ ജീവിതത്തെയും വ്യക്തി ജീവിതത്തെയും സാമൂഹിക ജീവിതത്തെയും ഒക്കെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അതിന്റെ ഒരു ദൈർഘ്യം കൂടിക്കൊണ്ടുവരികയും അത് മറ്റു കാര്യങ്ങളിൽ ആ വ്യക്തിക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് സാധിക്കാതെ വരികയും അവിടെ അദ്ദേഹത്തിന് മെയിൻ ആയിട്ട് പ്രോബ്ലംസ് ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഉണ്ടാകുന്നത്. അപ്പൊ ഈ ബാഡ് ഹാബിറ്റ്സ് ഉണ്ടാകുന്നത് പല രീതിയിലായിരിക്കാം. ചില ദുർബല നിമിഷത്തിൽ ആരും അത് എനിക്കൊരു ബാഡ് ഹാബിറ്റ് ഉണ്ടാവണം എന്ന് വിചാരിച്ച് ബാഡ് ഹാബിറ്റിലേക്ക് വരുന്ന ആളുകൾ ചിലപ്പോൾ ഒരു 5% 3% ഉണ്ടാവുകയുള്ളൂ. മറിച്ച് ബാഡ് ഹാബിറ്റ്സിലേക്കൊക്കെ വരുന്ന ആളുകൾ പലപ്പോഴും വരുന്നത് തന്നെ അവരറിയാതെ തന്നെയാണ്. ചിലപ്പോൾ കൂട്ടുകാരുടെ ഇൻഫ്ലുവൻസ് കൊണ്ടോ, ചിലപ്പോൾ ഏതോ ദുർബല നിമിഷത്തിലോ, അങ്ങനെ ഒരു പ്രായത്തിന്റെ ആ ഒരു ഡെവലപ്മെന്റിലോ ഒക്കെ പലതരം ബാഡ് ഹാബിറ്റ്സിലേക്കൊക്കെ ആളുകൾ കടന്നു വരുന്നുണ്ട്. അപ്പൊ ഈ ബാഡ് ഹാബിറ്റ്സ് ചെയ്യുന്നത് വഴി ചിലപ്പോ ചിലർ പറയും അത് വലിയൊരു തെറ്റാണ്, അല്ലെങ്കിൽ അത് നിനക്കത് ഉണ്ടായത് നിനക്ക് ജീനിലുള്ള പ്രശ്നങ്ങൾ വഴിയാണ്, നിന്റെ ഫാമിലി പരമായിട്ടുള്ള നിന്റെ ഇഷ്യൂകൾ കൊണ്ടാണ് നിനക്കത് ഉണ്ടായത്, അല്ലെങ്കിൽ നിനക്ക് അതിന് മനക്കെട്ടി ഇല്ലാത്തത് കൊണ്ടാണ്. അങ്ങനെയുള്ള പല രീതിയിലുള്ള ആർഗ്യുമെന്റുകൾ ആളുകൾ ആവശ്യമില്ലാതെ ഇതിനെ പ്രതി ബാഡ് ഹാബിറ്റിൽ നിന്ന് സഫർ ചെയ്യുന്ന വ്യക്തിയോട് പറയാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ ആ വ്യക്തിക്ക് അത് ശരിയാണെന്നും ചിലപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സ് അതിനെ ശരിവെക്കുന്നു. കാരണം ഇത് കേൾക്കുന്ന ഒരു വ്യക്തി അദ്ദേഹം കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഈ ബാഡ് ഹാബിറ്റിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ അദ്ദേഹം കണ്ടെത്തുന്ന ചില കണ്ടെത്തലുകൾ, അത് സമൂഹം പറയുന്ന ചില കാര്യങ്ങൾ ശരിയാണെന്നുള്ള ആ ഒരു കാര്യത്തിലേക്ക് വരിക, അത് പിന്നീട് അദ്ദേഹത്തിന് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്കൊക്കെ നയിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ ഈ ബാഡ് ഹാബിറ്റ്സിൽ നിന്ന് രക്ഷ നേടാം? ശരിയായി ഇതിനെ അനലൈസ് ചെയ്യുന്നതിലൂടെ, വെറുതെ ഒരു എന്താ പറയാ, ഒരു ചില വ്യക്തികൾ പറയുന്ന ചില അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ ചില ശാപമാണെന്ന് പറയുന്നത് വഴിയുള്ള ചില കാര്യങ്ങളോ ഒന്നുമല്ലാതെ എങ്ങനെ നമുക്ക് ഇതിനെ ലോജിക്കലായിട്ട് അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പ്രാക്ടിക്കലായിട്ട് ഇരുന്ന് രക്ഷ നേടാനായിട്ട് സാധിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് മെയിനായിട്ട് പറയാനായിട്ടുള്ള സാധ്യതയുള്ളത്. മെയിനായിട്ട് ആദ്യമായിട്ട് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് മെഡിറ്റേഷൻ ആണ്. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് വളരെ പ്രാചീനമായിട്ടുള്ള ടെക്നിക്കാണ്. പക്ഷെ
പക്ഷെ മെഡിറ്റേഷൻ ചെയ്യുന്ന വ്യക്തിയിൽ കോൺസെൻട്രേഷനും ഫോക്കസും കൂടിക്കൊണ്ടുവരുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ എന്തുകൊണ്ടാണ് മെഡിറ്റേഷൻ ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറയാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, ഇപ്പൊ ബാഡ് ഹാബിറ്റ്സിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ബ്രെയിൻ കെമിക്കൽസിലൊക്കെ ചേഞ്ച് വരുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടാനായിട്ട് സാധിക്കുന്നു. അപ്പൊ ഈ ന്യൂറോൺസ് പ്രോസസ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള പ്ലഷറബിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും കൂടുതലായിട്ട് ഈ വ്യക്തിയുടെ ബ്രെയിനിലേക്ക് പ്രോസസ് ചെയ്യുന്നത്. അപ്പൊ ഈ വീണ്ടും പ്ലഷർ കിട്ടാനായിട്ട് അദ്ദേഹം അതിന് ഇൻവോൾവ് ചെയ്യേണ്ടതായിട്ട് വരുന്ന ഒരു അവസ്ഥയിലേക്ക് കടന്നു വരികയാണ്. പുകവലിയോ മദ്യപാനമോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള എന്ത് ബാഡ് ഹാബിറ്റ് ആയാലും തന്നെ. അപ്പൊ വീണ്ടും അദ്ദേഹത്തിന് അതിലേക്ക് കടന്നു വരാനായിട്ടുള്ള ഒരു ടെൻഡൻസി, അദ്ദേഹത്തിന്റെ ബയോളജി തന്നെ അദ്ദേഹത്തിന് അതിന് വേണ്ടിയിട്ട് അതിലേക്ക് പ്രീഡിസ്പോസ് ചെയ്യുകയാണ്. അപ്പൊ അദ്ദേഹത്തിന് അത് ഇല്ലാത്തൊരവസ്ഥ അദ്ദേഹത്തിന് ആക്സെപ്റ്റ് ചെയ്യാത്തൊരു രീതിയിലേക്ക് അദ്ദേഹം കടന്നു വരികയും ചെയ്യുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ബ്രെയിൻ തന്നെ അതിന് ഒരു അവസ്ഥയിലേക്ക് എത്തി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു വ്യക്തി എങ്ങനെ മെഡിറ്റേഷൻ ചെയ്യും അല്ലെങ്കിൽ എങ്ങനെ അതിലേക്ക് കടന്നു വരും? അപ്പൊ മെഡിറ്റേഷനിലൂടെ എന്ത് സംഭവിക്കുന്നു? ഓക്കെ, ഈ വ്യക്തിയെ ആദ്യം നമുക്ക് ഈ വ്യക്തിയെ മെഡിറ്റേറ്റ് ചെയ്യിക്കണം എന്ന് അതിനു മുൻപ് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് മെഡിറ്റേഷനിലൂടെ ഈ വ്യക്തിയിൽ സംഭവിക്കുന്നു അല്ലെ എന്നുള്ളതാണ്. ഇപ്പൊ മെഡിറ്റേഷൻ ചെയ്യുന്ന വ്യക്തി എന്ന് പറയുന്നത് ഇവിടെ ബാഡ് ഹാബിറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി, ഇപ്പൊ നമ്മള് അതൊരു കണ്ടിന്യൂസ്, ഞാൻ ഓൾറെഡി പറഞ്ഞ ഒരു സീരീസ് ഓഫ് ആക്ഷൻസ് ആണെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഈ സീരീസ് ഓഫ് ആക്ഷൻസ് അദ്ദേഹം കണ്ടിന്യൂസ്ലി ചെയ്തത് വഴിയായിട്ടാണ് അദ്ദേഹത്തിന്റെ ബ്രെയിൻ കെമിക്കൽസിലും മറ്റുമൊക്കെ ചേഞ്ച് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ബ്രെയിൻ കെമിസ്ട്രിയിൽ തന്നെ ഒരു ചേഞ്ച് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സീരീസ് ഓഫ് ആക്ഷൻസിനെ അദ്ദേഹം അനലൈസ് ചെയ്യേണ്ടതായിട്ട് ഇവിടെ ഇരിക്കുന്നു. അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. പലപ്പോഴും ആ വ്യക്തി ആ സീരീസ് ഓഫ് ആക്ഷൻസിനെ അദ്ദേഹം അതിലേക്ക് ഇറങ്ങിച്ചെല്ലാനോ അതിനെ അനലൈസ് ചെയ്യാനോ അദ്ദേഹം തയ്യാറാവുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മനസ്സ് അദ്ദേഹത്തിനെ പ്രാപ്തനാക്കുന്നില്ല. മറിച്ച് ബാഡ് ഹാബിറ്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുക എന്നൊരു അവസ്ഥയിലേക്കാണ് കൂടുതലായിട്ട് അദ്ദേഹത്തിന് ചായ്വ്. അപ്പൊ അദ്ദേഹം ആ ഒരു ടെൻഡൻസിയെ കൂടുതലായിട്ട് താലോലിക്കാനായിട്ട് ആ ഒരു അവസ്ഥയിലേക്ക് വീണ്ടും ചെല്ലുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ അദ്ദേഹം അപ്പോഴും സീരീസ് ഓഫ് ആക്ഷൻസിനെ അനലൈസ് ചെയ്തിട്ടില്ല, വീണ്ടും ബാഡ് ആ ഒരു ഹാബിറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതല്ലാതെ. അപ്പൊ എങ്ങനെ ഈ സീരീസ് ഓഫ് ആക്ഷൻസ് ബ്രെയിൻ ഇപ്പൊ മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ അദ്ദേഹം കാം ആൻഡ് ക്വയറ്റ് ആകുന്നു എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഇതിൽ വളരെ നമുക്ക് വേണ്ടിയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നതും അത് തന്നെയാണ്. വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിരിക്കുന്ന അറ്റ്മോസ്ഫിയറിലേക്ക് വരിക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സൈലൻസ് ക്യാൻ ക്രിയേറ്റ് മിറക്കിൾസ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സൈലന്റ് ആയിട്ടിരിക്കുന്ന ആ ഒരു സമയത്ത് അദ്ദേഹം ബ്രീതിങ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വളരെയധികം കോൺസെൻട്രേറ്റഡ് ആയിട്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിലേക്ക് വളരെ ഇൻസൈറ്റുകൾ കടന്നു വരാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ബ്രെയിൻ വളരെ ശാന്തമായിട്ട് മാറുന്നു എന്നുള്ള ഒരു കാര്യം കൂടി നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവിടെ അദ്ദേഹത്തിന്റെ ബ്രെയിൻ വളരെ ശാന്തമായിട്ട് മാറുകയും അദ്ദേഹത്തിൽ എന്താണ് നടക്കുന്നത്, അദ്ദേഹം ഇവിടെ ഫണ്ടമെന്റലി ശ്രമിക്കുന്നത് ഹൂ ആം ഐ എന്നുള്ള ഒരു ചോദ്യത്തിന് ആൻസർ കണ്ടെത്താനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോ അദ്ദേഹത്തിന്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളതിലേക്ക് ഇറങ്ങിച്ചെല്ലാനായിട്ട് മെഡിറ്റേഷൻ അദ്ദേഹത്തെ സഹായിക്കുന്നു എന്നുള്ളതാണ്. അതുവരെ അദ്ദേഹം ശ്രമിച്ചിട്ടില്ല എന്താണ് എൻ്റെ ഉള്ളിൽ നടക്കുന്നത്, അതിനേക്കാൾ ഉപരിയായിട്ട് ഈ ഹാബിറ്റ്സിൽ ഏർപ്പെടുക എന്നുള്ള ഒരു കാര്യത്തിലേക്കാണ് കൂടുതലായിട്ട് പോയിക്കൊണ്ടിരുന്നത്. അതാണ് വളരെ എളുപ്പമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ കണ്ടിന്യൂസ്ലി മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ അദ്ദേഹത്തിന് കുറെയൊക്കെ ആ ഒരു ബാഡ് ഹാബിറ്റ്സിനെ കുറിച്ച് ഇൻസൈറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ പതിയെ പുതിയൊരു ഇൻസൈറ്റ് ലൈഫിലേക്ക് കൊണ്ടുവരാനും പുതിയൊരു മേഖലകൾ തുറന്നു വരുവാനും ബ്രെയിനിന്റെ ക്രിയേറ്റീവ് ആസ്പെക്റ്റുകൾ കൂടുതൽ മുന്നോട്ട് തുറന്നു വരികയും അതോടൊപ്പം തന്നെ മറ്റ് ഏരിയാസ് ബാഡ് ഹാബിറ്റ്സിന്റെ ആ ഒരു ലെവൽ കുറഞ്ഞു വരാനായിട്ടുള്ള ഒരു സാധ്യത ഈ മെഡിറ്റേഷനിൽ കണ്ടുവരുന്നുണ്ട്. പിന്നീട് രണ്ടാമത് പറയാനായിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ ഡയറക്റ്റ് പെർസെപ്ഷൻ ആൻഡ് ഡയറക്റ്റ് അവയർനെസ് അബൌട്ട് ദ ബാഡ് ഹാബിറ്റ്. എങ്ങനെ നമുക്ക് ഈ ഡയറക്റ്റ് പെർസെപ്ഷൻ ഉണ്ടാക്കിയെടുക്കാം അല്ലെങ്കിൽ ഡയറക്റ്റ് അവയർനെസ് നമ്മുടെ ബാഡ് ഹാബിറ്റ്സിനെ കുറിച്ച് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇറ്റ് ഈസ് ത്രൂ ദ ഡയറക്റ്റ് ഒബ്സർവേഷൻ ഓഫ് വൺസ് ഓൺ ബാഡ് ഹാബിറ്റ്. ഓക്കെ, ഇവിടെ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് അദ്ദേഹം ബാഡ് ഹാബിറ്റിൽ ഏർപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ബാഡ് ഹാബിറ്റ് ചെയ്യുമ്പോൾ പോലും അദ്ദേഹത്തെ തന്നെ ഒബ്സർവ് ചെയ്യുന്ന ആ ഒരു സാക്ഷി ടെക്നിക്, അതായത് സാക്ഷി എന്ന് പറയുന്ന വിറ്റ്നസ്,
അദ്ദേഹത്തിന്റെ ഒരു വിറ്റ്നസ് ലെവൽ ഓഫ് മൈൻഡിലേക്ക് അദ്ദേഹം കടന്നു വരികയാണ്. ഇവിടെ ഈ വിറ്റ്നസ് ലെവൽ ഓഫ് മൈൻഡ് അദ്ദേഹത്തെ തന്നെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെയ്യുന്ന ഓരോ കാര്യത്തെയും, ബാഡ് ഹാബിറ്റ് ആയാലും നല്ല ഹാബിറ്റ് ആയാലും, അദ്ദേഹം ചെയ്യുന്ന ഈച്ച് ആക്ഷനെ ഒബ്സർവ് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷനിലേക്ക് അദ്ദേഹം കടന്നു വരികയാണ്. അപ്പൊ ഇവിടെയും അദ്ദേഹം വലിയൊരു സൈലൻസ് ക്രിയേറ്റ് ചെയ്തതുകൊണ്ട് ആ സൈലൻസിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹം ആ ഒരു ഗ്രേറ്റ് സൈലൻസിനെ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫാദർ ബോബി ജോസ് കട്ടിക്കാടൊക്കെ പറയുന്നത് പോലെ വലിയൊരു ട്രാഫിക്കിന്റെ ഉള്ളിൽ പോലും ഇരുന്നു കൊണ്ട് മെഡിറ്റേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് പോലെ ഈ സാക്ഷി അദ്ദേഹത്തിന്റെ എല്ലാ ആക്ഷൻസിനെയും ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സാക്ഷി ഒബ്സർവ് ചെയ്ത് അദ്ദേഹം ഒരു ബാഡ് ഹാബിറ്റ് ചെയ്യുമ്പോൾ പോലും അദ്ദേഹത്തിനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഒരു കംപ്ലീറ്റ് അവയർനെസ് ഓഫ് ഹിസ് ഓൺ സെൽഫിലേക്ക് കടന്നു വരികയാണ്. ഈ കംപ്ലീറ്റ് അവയർനെസ്സിലേക്ക് കടന്നു വരുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ബാഡ് ഹാബിറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. ആ ബാഡ് ഹാബിറ്റിനെ കംപ്ലീറ്റ്ലി അദ്ദേഹം വാച്ച് ചെയ്യുന്നു, ഒബ്സർവ് ചെയ്യുന്നു. അതിന്റെ കംപ്ലീറ്റ് ടോട്ടൽ അവയർനെസ്സിലേക്ക് അദ്ദേഹം കടന്നു വരുമ്പോൾ അദ്ദേഹം മനസ്സിലാക്കുന്ന ഒരു വസ്തുതയാണ്, there is no bad habit actually it is the action of the mind and action of the body. ബാഡ് ഹാബിറ്റ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ആക്ഷൻ ഓഫ് മൈൻഡ് ആൻഡ് ആക്ഷൻ ഓഫ് ബോഡി എന്നുള്ളതാണ്. അപ്പൊ ബോഡി മൈൻഡിനെക്കാളൊക്കെ മുകളിലേക്ക് വരാൻ സാധിക്കുന്ന ഒരു വിറ്റ്നസ്, നമുക്ക് ഇതിന് വേണമെങ്കിൽ കോൺഷ്യസ്നസ് എന്ന് വേണമെങ്കിൽ വിളിക്കാം, അല്ലെങ്കിൽ സോൾ എന്ന് വിളിക്കാം. ഈ കോൺഷ്യസ്നസ് അല്ലെങ്കിൽ സോൾ നമ്മളെ പൂർണ്ണമായിട്ട് വാച്ച് ചെയ്യുന്നതായിട്ടുള്ള ആ ഒരു തലത്തിലേക്ക് ഒരു വ്യക്തിക്ക് ഇറങ്ങിച്ചെല്ലുവാൻ അല്ലെങ്കിൽ ഉയർന്നു ചെല്ലുവാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ടോട്ടൽ സെൽഫിനെ കുറിച്ചുള്ള, ബാഡ് ഹാബിറ്റിനെ മാത്രമല്ല അദ്ദേഹത്തിന്റെ ടോട്ടൽ സെൽഫിനെ കുറിച്ച് ഇൻ ടോട്ടാലിറ്റി അദ്ദേഹം ഒരു അവയർനെസ്സിലേക്ക് കടന്നു വരികയും അവിടെ അദ്ദേഹം ബാഡ് ഹാബിറ്റ് ഇല്ല എന്നൊരു സിറ്റുവേഷനെ മനസ്സിലാക്കി ജീവിതത്തെ ഒരു കംപ്ലീറ്റ് സെൻസ് ഓഫ് പെർഫെക്ഷനിലൂടെ മനസ്സിലാക്കാനായിട്ട് അല്ലെങ്കിൽ കംപ്ലീറ്റ് പെർസെപ്ഷനിലേക്ക് കടന്നു വരാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. നമുക്കിത് ചിലപ്പോൾ ഒരു മിറക്കിളായിട്ട് തോന്നാം, പക്ഷേ ദിസ് ഈസ് എ റിയാലിറ്റി. വി ക്യാൻ കം ഇൻ ടു ദ കംപ്ലീറ്റ് awareness of ourselves through the direct perception of our each experiences, memories and actions that are happening in our daily life. അപ്പോൾ ഇതിനെ ഒബ്സർവ് ചെയ്യുന്നത് വഴി അദ്ദേഹത്തിന് തൻ്റെ ബാഡ് ഹാബിറ്റിനെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനും അതിൻ്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും ഈ സീരീസ് ഓഫ് ആക്ഷൻസിനെ അനലൈസ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ ഇതിൽ നിന്ന് മുക്തി നേടുവാനും അദ്ദേഹത്തിന് സാധിക്കുന്നു എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മെത്തേഡുകൾ തന്നെ ട്രൈ ചെയ്തുകൊണ്ട് നമ്മളെ കുറിച്ച് തന്നെ ഒരു കംപ്ലീറ്റ് സെൽഫ് അവയർനെസ്സിലേക്ക് കടന്നു വരികയും നല്ല ഹാബിറ്റുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം. Thank you, dear friends.